ഹായ്, ഇതെൻ്റെ ചാനലിലെ സെക്കൻഡ് വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോ ഒരു ATS ഫ്രണ്ട്ലി റെസ്യൂമെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളൊരു ടോപ്പിക്കാണ്. അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോ നിന്ന് വളരെ ഡിഫറെൻ്റ് ആയിട്ടൊരു ടോപ്പിക്ക് മാറാൻ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് പലർക്കും ചിലപ്പോൾ ഒരു ഡൗട്ട് ഉണ്ടാവാം. അപ്പോൾ വേറൊന്നല്ല, ഞാൻ സ്വയം റിസർച്ച് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, സോ നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടൊരു തിയറിയാണ് ഞാനിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ മെയിൻ റെഫറൻസ് പോയിന്റ്സ് എടുക്കുന്നത് കാൾ യുങ്ങും ഡോക്ടർ ലിൻഡ ബെറൻസ് ജോൺ ബീബി ഇവർ 3 പേരും വർക്കുന്ന ഉള്ളൊരു സിന്തസിസ് പോലുള്ളൊരു പേഴ്സണാലിറ്റി ടൈപ്പിംഗ് സെഷനാണ്. അതായത് ഒരു ടൈപ്പിംഗ് തിയറിയാണിത്. സോ ഇപ്പോൾ ഓൾറെഡി നമ്മുടെ സൈക്കോളജീൻ്റെ കമ്മ്യൂണിറ്റി ഫീൽഡിലൊക്കെ നോക്കുകയാണെങ്കിൽ MBTI പറഞ്ഞിട്ടുള്ളൊരു പേഴ്സണാലിറ്റി ടൈപ്പിംഗ് തിയറി ഉണ്ട്. അപ്പോൾ അത് കുറച്ചായിട്ട് ഫേമസ് ആയിട്ടുള്ളൊരു തിയറിയാണ്. അപ്പോൾ നമ്മളിവിടെ MBTI അല്ല യൂസ് ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ MBTIയിൽ ഒരുപാട് മിസ്റ്റേക്സും മിസ്കൺസെപ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ MBTI ആയിരിക്കില്ല യൂസ് ചെയ്യുന്നത്. പക്ഷേ MBTIയിലെ ചില ആക്രോണിംസും അതിലെ പേഴ്സണാലിറ്റി ടൈപ്പിംഗ് ഓരോ ടൈപ്സിൻ്റെ നെയിംസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടാവും. അതായത് ഡെഫിനേഷൻ എടുക്കാണ്ട് MBTIയിലുള്ള ആക്രോണിംസ് നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ MBTIയിലുള്ള 16 പേഴ്സണാലിറ്റി ടൈപ്സ് ആണിത്. അപ്പോൾ നമ്മൾ ഈ പേഴ്സണാലിറ്റി ടൈപ്സിന് നമ്മുടെ രീതിക്ക് ഈ യുങ്ങിയൻ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് വെച്ചിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന പോലെ ആയിരിക്കും. അപ്പോൾ ഈ പേഴ്സണാലിറ്റി തിയറി നിങ്ങൾ അറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് എന്താ വെച്ചാൽ, ഇപ്പോൾ ഒരാളുടെ അവരുടെ പേഴ്സണാലിറ്റി ടൈപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്ട്രെങ്ത്സ്, അയാളുടെ വീക്ക്നെസ്, അയാളുടെ ബ്ലൈൻഡ് സൈഡ്, അയാൾക്ക് ലൈഫിൽ ഏതൊക്കെ പാർട്ടിലാണ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു നല്ലൊരു ഐഡിയ വരും. അപ്പോൾ അതിനാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് നിങ്ങളിത് മനസ്സിലാക്കിയിട്ട് നേരെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് 100% ഉറപ്പുണ്ട് ഏതെങ്കിലും ഒരു ലൈഫിലൊരു ഭാഗത്ത് നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആവുന്നു. ഓക്കെ, സോ ഫസ്റ്റ് ഇപ്പോൾ MBTI എന്താ ഞാൻ പറഞ്ഞുതരാം. MBTI എന്ന് വെച്ച് കഴിഞ്ഞാൽ മയർ-ബ്രിഗ്സ് ടൈപ്പ് ഇൻഡിക്കേറ്റർ പറഞ്ഞിട്ടൊരു പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ ആ ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഓൾറെഡി 16ഓളം പേഴ്സണാലിറ്റി ടൈപ്സ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏതെങ്കിലും ഒരു ടൈപ്പാണ് നിങ്ങളുടെ പറഞ്ഞിട്ടുള്ള റിസൾട്ട് ആയിരിക്കും വരിക. അപ്പോൾ ഇത് 16 പേഴ്സണാലിറ്റി ടൈപ്പിലുള്ള ഓരോ ടൈപ്പുകളാണ്. ഇപ്പോൾ ENTJ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്ട്രോവേർട്ടഡ്, ഇൻറ്റ്യൂറ്റീവ്, തിങ്കിങ് ആൻഡ് ജഡ്ജിങ് എന്നുള്ള ഫംഗ്ഷനാണ്, ടൈപ്പാണ്. അതേപോലെ ESTJ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രോവേർട്ടഡ്, സെൻസിങ്, തിങ്കിങ് ആൻഡ് ജഡ്ജിങ് എന്നുള്ള ടൈപ്പാണ്. വെച്ച് തുടങ്ങുന്ന പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രോവേർട്ടഡ് എന്നാണ് അർത്ഥം. അപ്പോൾ നെക്സ്റ്റ് N പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റ്യൂറ്റീവ്, T വരുമ്പോൾ തിങ്കിങ്, J വരുമ്പോൾ ജഡ്ജിങ്, S വരുമ്പോൾ സെൻസിങ്, P വരുമ്പോൾ പെർസീവിങ്. നെക്സ്റ്റ് ഈ ടീൻ്റെ പകരം ഇവിടെ F ആണ് വരണമെങ്കിൽ ഫീലിംഗ് എന്നുള്ള ഫംഗ്ഷനെ വരും. അതിന് എക്സാമ്പിളാണ് ENFJ, എക്സ്ട്രോവേർട്ടഡ്, ഇൻറ്റ്യൂറ്റീവ്, ഫീലിംഗ് ആൻഡ് ജഡ്ജിങ്. അപ്പോൾ ഇങ്ങനെയാണ് ഓരോരോ പേഴ്സണാലിറ്റി ടൈപ്സ് വരിക. അപ്പോൾ ഈ ഓരോ ടൈപ്സിനും ഓരോരോ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയും. ഇതാണ് 8 കോഗ്നിറ്റീവ് ഫങ്ഷൻസ്. ഈ 8 കോഗ്നിറ്റീവ് ഫങ്ഷൻസിൻ്റെ പല പല കോമ്പിനേഷൻ ആയിരിക്കും ഓരോ പേഴ്സണാലിറ്റി ടൈപ്പും. അപ്പോൾ ഈ കോഗ്നിറ്റീവ് ഫങ്ഷൻസ് എങ്ങനെ വരിക വെച്ചാൽ, ഇത് ഇൻട്രോവേർട്ടഡ് ഫീലിംഗ് FI പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വന്തം ഇമോഷൻസ്, അതായത് എനിക്കെന്ത് ഇമോഷനാണ് ഫീൽ ചെയ്യണത്, എനിക്കെന്താണ് വാല്യൂബിളായി തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ സെൻസ് ഓഫ് മൊറാലിറ്റി എന്നൊക്കെ പറയില്ല, നമുക്ക് ഏത് തെറ്റ് ശരിയെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു എബിലിറ്റി, അതൊക്കെ ഇൻട്രോവേർട്ടഡ് ഫീലിംഗ് എന്നുള്ള FI എന്നുള്ള ഈ ഫംഗ്ഷനിൽ നിന്നാണ് വരുന്നത്. അതേപോലെ അടുത്ത ഫംഗ്ഷനാണ് എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ് FE. അതായത് എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ് എങ്ങനെ വർക്ക് ആവുക വെച്ചാൽ, മറ്റൊരാളുടെ ഇമോഷൻസ് മനസ്സിലാക്കാൻ പറ്റുക, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഇപ്പോൾ നെഗറ്റീവ് ഇമോഷൻ ആണെങ്കിൽ അയാൾക്ക് ആ നെഗറ്റീവ് ഇമോഷൻ വരുമ്പോൾ അയാൾക്ക് മനസ്സിലാവുന്നതിന് മുന്നേ തന്നെ എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ് നല്ല എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ് സെൻസിങ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും, മറ്റൊരാളുടെ ഇമോഷൻസ് പെട്ടെന്ന് മനസ്സിലാവും. അതേപോലെ ഇത് കുറച്ചുകൂടിയും ജസ്റ്റിസിന് ഫോക്കസ് ആയിട്ടുള്ള ഫംഗ്ഷനാണ്. ഓക്കെ, നെക്സ്റ്റ് ഫംഗ്ഷനാണ് ഇൻട്രോവേർട്ടഡ് തിങ്കിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ സ്വന്തം ലോജിക്ക്, അതായത് അയാൾക്ക് എന്ത് ട്രൂ ഓർ ഫാൾസ് എന്ന് പറയില്ല, അതായത് അയാൾക്ക് എന്ത് ശരി തെറ്റ്, മൊറാലിറ്റീൻ്റെ സെൻസിലല്ല, ബട്ട് അയാൾക്ക് എന്ത് ട്രൂ ഓർ ഫാൾസ് എന്നുള്ള ഒരു സെൻസിൽ അയാളുടെ ലോജിക്ക്, ആ ലോജിക്കാണ് ഇൻട്രോവേർട്ടഡ് തിങ്കിങ്. നെക്സ്റ്റ് എക്സ്ട്രോവേർട്ടഡ് തിങ്കിങ്, അതായത് TE. എക്സ്ട്രോവേർട്ടഡ് തിങ്കിങ് മറ്റുള്ളവരുടെ ചിന്താരീതി, മറ്റുള്ളവരുടെ ലോജിക്ക്, മറ്റുള്ളവരുടെ പെർസ്പെക്റ്റീവ്, അതൊക്കെ നമുക്ക് മനസ്സിലാവുക, അതായത് മറ്റുള്ളവരുടെ ലോജിക്കിനെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുക, അതൊക്കെയാണ് എക്സ്ട്രോവേർട്ടഡ് തിങ്കിങ് ഫംഗ്ഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ 4 ഫംഗ്ഷൻസും ജഡ്ജ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, അതായത് ജഡ്ജ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ആണ്. നമ്മൾ ഡിസിഷൻ മേക്കിംഗ് ഫംഗ്ഷൻ, നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന ഫംഗ്ഷൻസ് ആണ്. ഈ താഴത്തെ 4 ഫംഗ്ഷൻസും പെർസീവിങ് ഫംഗ്ഷൻസ് ആണ്, നമ്മുടെ ലോകത്തിനെ നമ്മൾ നോക്കി കാണുന്ന അല്ലെങ്കിൽ നമ്മുടെ പെർസ്പെക്റ്റീവിൻ്റെ ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ
അടുത്ത ഫംഗ്ഷനാണ് ഇൻട്രോവേർട്ടഡ് സെൻസിങ്. ഇൻട്രോവേർട്ടഡ് സെൻസിങ് പറഞ്ഞു കഴിഞ്ഞാൽ SI, ഇൻട്രോവേർട്ടഡ് സെൻസിങ് SI എന്നാണ് അതിൻ്റെ ആക്രോണിം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് എക്സ്പീരിയൻസ്, എൻ്റെ ബോഡിയിൽ ഞാൻ എന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു, എൻ്റെ ലോങ് ടേം മെമ്മറി, എൻ്റെ ഡ്യൂട്ടി, എൻ്റെ റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, അതിൻ്റെയൊക്കെ ഫംഗ്ഷനാണ് ഇൻട്രോവേർട്ടഡ് സെൻസിങ്. അപ്പോൾ നാച്ചുറലി ഇൻട്രോവേർട്ടഡ് സെൻസിങ് ഡോമിനൻറ്റ് ഫംഗ്ഷൻ ആയിട്ടുള്ളവർ കൂടുതൽ ഡിസിപ്ലിൻഡും ഡ്യൂട്ടി ഫോക്കസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അതേപോലെ ഇൻട്രോവേർട്ടഡ് ഫീലിംഗ് ഡോമിനൻറ്റ് ഫംഗ്ഷൻ ഉള്ളവർക്ക് ഓരോന്നിൻ്റെ വാല്യൂ, എത്രത്തോളം വാല്യൂ ഉണ്ട്, അല്ലെങ്കിൽ എത്ര മറ്റൊരാൾ എത്ര മോറലി റൈറ്റ് ആണ് എന്നൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ടൈപ്പ് ആൾക്കാരായിരിക്കും. അതേപോലെ എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ് ആൾക്കാർ സൊസൈറ്റിയിൽ നടക്കുന്ന ഇൻജസ്റ്റിസ് ഒക്കെ പെട്ടെന്ന് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരൊക്കെ ആയിരിക്കും. ഇൻട്രോവേർട്ടഡ് തിങ്കിങ് നല്ല പ്രോബ്ലം സോൾവിംഗ് ഉള്ള ആൾക്കാരായിരിക്കും. എക്സ്ട്രോവേർട്ടഡ് തിങ്കിങ് ആൾക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. നെക്സ്റ്റ് എക്സ്ട്രോവേർട്ടഡ് സെൻസിങ്. എക്സ്ട്രോവേർട്ടഡ് സെൻസിങ് SC. എക്സ്ട്രോവേർട്ടഡ് സെൻസിങ് നമ്മുടെ ചുറ്റും, നമ്മുടെ 5 സെൻസസ് വെച്ചിട്ട് നമുക്ക് ചുറ്റും അറിയാൻ പറ്റുന്ന കാര്യങ്ങൾ. അതായത് എക്സ്ട്രോവേർട്ടഡ് സെൻസിങ് ഡോമിനൻറ്റ് ഫംഗ്ഷൻ ഉള്ളവർ കുറച്ചുകൂടി സ്പേഷ്യൽ അവയർനെസ് കൂടുതലായിരിക്കും. അവർക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ പെട്ടെന്ന് കണ്ടിട്ട് അതിന് പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യാനും, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി അത്ലറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. അവർക്ക് അത്ലറ്റിസത്തിനോട് കൂടുതൽ താല്പര്യം വരാനൊക്കെ ചാൻസ് കൂടുതലാണ് എക്സ്ട്രോവേർട്ടഡ് സെൻസിങ് മെയിൻ ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ. അതേപോലെ ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ, അടുത്ത് NI. ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ ഉള്ളവർക്ക് കുറച്ചുകൂടി വിൽ പവർ ഒക്കെ ഉള്ള ആൾക്കാരായിരിക്കും. അവർക്ക് എന്താണ് ലൈഫിൽ വേണ്ടത്, അല്ലെങ്കിൽ അവരുടെ ഫ്യൂച്ചറിലൊരു അടുത്തൊരു 4-5 കൊല്ലത്തിന് അവരുടെ ഫ്യൂച്ചറിൽ എന്താണ് അവർക്ക് ആഗ്രഹം, അവർ എന്ത് പാത്താണ് അവർ ചൂസ് ചെയ്യുന്നത്, അവർ സിംഗിൾ പാത്ത്, അവർ സിംഗിൾ മൈൻഡഡ് ഒക്കെ ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ വരുന്നതാണ്. നെക്സ്റ്റ് എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ. എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ പറഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ ഫ്യൂച്ചർ, ലോകത്തിൽ മൊത്തം നടക്കുന്ന കാര്യങ്ങളുടെ ഫ്യൂച്ചർ, നമ്മുടെ സ്വന്തം ഫ്യൂച്ചർ അല്ലാതെ, നമ്മുടെ സ്വന്തം ഫ്യൂച്ചർ വരുമ്പോൾ ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷനാണ്. എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ മറ്റുള്ളവരുടെ ഫ്യൂച്ചർ, ചുറ്റും നടക്കുന്ന കാര്യങ്ങളുടെ ഫ്യൂച്ചർ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്താണ്, മറ്റുള്ളവർ എന്താ ആഗ്രഹിക്കുന്നത് അതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റിയാണ് എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ. അപ്പോൾ ഈ ഇൻറ്റ്യൂറ്റീവ്സിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ അവർക്ക് ഒരു പാറ്റേൺ കണ്ടിട്ട് അതിൽ അടുത്ത എന്താ നടക്കാൻ പോകുന്നത് പ്രെഡിക്റ്റ് ചെയ്യാനുള്ളൊരു, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓറിയന്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. ഇപ്പോൾ എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂറ്റീവ്സ് ആയിരിക്കും കൂടുതൽ എന്ത് ഫ്യൂച്ചറിൽ അടുത്ത് നടക്കാൻ പോകണം, ലോകത്തിൻ്റെ അടുത്ത ഫ്യൂച്ചറിൽ നടക്കാൻ പോകണം എന്നൊക്കെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്ന ആൾക്കാർ എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂറ്റീവ് ടൈപ്പ്, അല്ലെങ്കിൽ ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂറ്റീവ്സും അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പോൾ ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂറ്റീവ് ബട്ട് ഒന്നുകൂടി അവരുടെ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്ന് കുറച്ചുകൂടി ചിന്തിക്കുന്ന ആൾക്കാരായിരിക്കും ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂറ്റീവ് ആൾക്കാർ. അപ്പോൾ ഇതിലെ എല്ലാ ഫങ്ഷൻസ്, 8 ഫങ്ഷൻസും എല്ലാവർക്കും ഉണ്ട്. ബട്ട് ഓരോ ടൈപ്പും ഓരോ ഫങ്ഷൻസിന് ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചില ടൈപ്സ് ഇൻട്രോവേർട്ടഡ് ഫീലിംഗ് ആയിരിക്കും അവരുടെ മെയിൻ ഫംഗ്ഷൻ, അവർ ടോപ്പായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ, അല്ലെങ്കിൽ വേറെ ചില ടൈപ്സ് എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ ആയിരിക്കും അവർ ടോപ്പായിട്ട് വരുന്ന ഫംഗ്ഷൻസ്. അങ്ങനെ ഈ ഓരോ ഫംഗ്ഷൻസിൻ്റെയും പൊസിഷനും അവരുടെ ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും ഒക്കെ കൊടുക്കുന്നത് മാറുന്നതനുസരിച്ചിട്ട് ആ ഫംഗ്ഷൻസിൻ്റെ പല പല കോമ്പിനേഷൻസ് വരും. ആ ഓരോ കോമ്പിനേഷൻസും മാറുമ്പോൾ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പായി മാറും. അതായത് 16 പേഴ്സണാലിറ്റി ടൈപ്പിൽ ഓരോ ടൈപ്പായി മാറും. അപ്പോൾ നമുക്കിവിടെ എക്സാമ്പിളിന് ഞാനിവിടെ ESTP എന്നുള്ള ടൈപ്പാണ് എടുത്തത്. അപ്പോൾ ESTPന്റെ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ സ്റ്റാക്ക് എങ്ങനെ വരുന്നത് വെച്ചാൽ എക്സ്ട്രോവേർട്ടഡ് സെൻസിങ് ഹീറോ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫംഗ്ഷൻ നമ്മൾ ഹീറോ എന്നാ പറയാ. ഇൻട്രോവേർട്ടഡ് തിങ്കിങ് പാരന്റ്, സെക്കൻഡ് ഫംഗ്ഷൻ പാരന്റ് ആണ്. തേർഡ് ഫംഗ്ഷൻ ചൈൽഡ്, ഫോർത്ത് ഫംഗ്ഷൻ ഇൻഫീരിയർ, ഫിഫ്ത്ത് ഫംഗ്ഷൻ നെമസിസ്, സിക്സ്ത് ഫംഗ്ഷൻ ക്രിറ്റിക്, സെവൻത്ത് ഫംഗ്ഷൻ ട്രിക്സ്റ്റർ, എയ്ത്ത് ഫംഗ്ഷൻ ഡീമൺ. അപ്പോൾ അങ്ങനെ 8 ഫംഗ്ഷൻസാണ് വരിക. ഓരോ ഫംഗ്ഷൻ ഓരോ പേര് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ പൊസിഷൻസിലും നമ്മൾ നേരത്തെ പറഞ്ഞ ഓരോ കോഗ്നിറ്റീവ് ഫംഗ്ഷൻസ് ആണ് വരുമ്പോഴാണ് ഓരോ ടൈപ്പ് മാറുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ല. അപ്പോൾ ESTPന്റെ ഹീറോ ഫംഗ്ഷനാണ് എക്സ്ട്രോവേർട്ടഡ് സെൻസിങ്, അവരുടെ പാരന്റ് ഫംഗ്ഷനാണ് ഇൻട്രോവേർട്ടഡ് തിങ്കിങ്, ചൈൽഡ് ഫംഗ്ഷനാണ് എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ്, ഇൻഫീരിയർ ഫംഗ്ഷനാണ് ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ, നെമസിസ് ഫംഗ്ഷനാണ് ഇൻട്രോവേർട്ടഡ് സെൻസിങ്, ക്രിറ്റിക് ഫംഗ്ഷനാണ് എക്സ്ട്രോവേർട്ടഡ് തിങ്കിങ്, ട്രിക്സ്റ്റർ ഫംഗ്ഷനാണ് ഇൻട്രോവേർട്ടഡ് ഫീലിംഗ്, ഡീമൺ ഫംഗ്ഷനാണ് എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ. അപ്പോൾ ഈ ഓരോ ഫംഗ്ഷൻസ് എങ്ങനെ വർക്ക് ആവുക വെച്ചാൽ, ഇപ്പോൾ എക്സ്ട്രോവേർട്ടഡ് സെൻസിങ് ഹീറോ ആയതുകൊണ്ട് തന്നെ ESTPs ഭയങ്കര ഫിസിക്കലി അല്ലെങ്കിൽ അത്ലറ്റിക്കലി നാച്ചുറലി അത്ലറ്റിക്സിനോടൊക്കെ കൂടുതൽ താല്പര്യമുള്ള ആൾക്കാരായിരിക്കും. അത്ലറ്റിക്സിലൊക്കെ നല്ല കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരിക്കും നാച്ചുറലി ESTPs. അവരുടെ ഫിസിക്കൽ എൻവയോൺമെന്റ് അവർക്ക് ഒന്നുകൂടി നന്നായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഫിസിക്കൽ എൻവയോൺമെന്റ് കുറച്ചുകൂടി ക്രിയേറ്റീവായിട്ട് മാനേജ് ചെയ്യാനൊക്കെ കഴിവുള്ള ആൾക്കാരായിരിക്കും ESTPs. നെക്സ്റ്റ് അവരുടെ പാരന്റ് ഫംഗ്ഷൻ ഇൻട്രോവേർട്ടഡ് തിങ്കിങ് ആയതുകൊണ്ട് തന്നെ അവർ നാച്ചുറലി നല്ല ലോജിക്കലായിട്ടുള്ള ആൾക്കാരായിരിക്കും, നല്ല പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്, നാച്ചുറലി പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്.
പിന്നെ ഒരു എക്സ്ട്രോവേർട്ടഡ് ഫീലിംഗ് ചൈൽഡ് ആയതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ് പെട്ടെന്ന് മനസ്സിലാക്കാനും മറ്റുള്ളവർക്ക് ചൈൽഡ് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ചൈൽഡ് ഫംഗ്ഷൻ എപ്പോഴും ഭയങ്കര ഇന്നസെൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ആയിരിക്കും. മറ്റുള്ളവരുടെ ഇമോഷൻസ് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ളവരെ കൂടുതൽ ഹെൽപ്പ് ചെയ്യാനൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യണം എന്ന് തോന്നുന്ന ഒരാൾക്കാരായിരിക്കും. പിന്നെ അവർക്ക് നാച്ചുറലി ഇൻട്രോവേർട്ടഡ് തിങ്കിങ്ങിൻ്റെ പ്രോബ്ലം സോൾവിങ് മൈൻഡ് ഉള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരൊരു ഹെൽപ്പ് വേണം അല്ലെങ്കിൽ മറ്റുള്ളവരൊരു ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണെന്ന് മനസ്സിലാക്കുമ്പോൾ കാണുമ്പോൾ അവർക്ക് അതിനുള്ള സൊല്യൂഷൻ പെട്ടെന്ന് മൈൻഡിൽ വരികയും അവർ ഹെൽപ്പ് ചെയ്യാൻ തോന്നുകയും ചെയ്യും. അപ്പോൾ ESTPസിന് ഒരാൾ ഹെൽപ്പ് ചോദിക്കുമ്പോൾ അവരോട് നോ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാൻ ഒരു നാച്ചുറലി കുറച്ച് ബുദ്ധിമുട്ടുള്ള ടൈപ്സ് ആണ്. നെക്സ്റ്റ് ഇൻഫീരിയർ ഫംഗ്ഷനാണ് ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ. ഒരാളുടെ ഇൻസെക്യൂരിറ്റീസും അയാളുടെ ഫിയേഴ്സും ഒക്കെ ഉള്ള ഒരു ഫംഗ്ഷനാണ് ഇൻഫീരിയർ ഫംഗ്ഷൻ. അപ്പോൾ ESTPൻ്റെ ഇൻഫീരിയർ ഫംഗ്ഷൻസ് വരുന്നത് ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷനിലായതുകൊണ്ട് തന്നെ ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സിംഗിൾ പാത്ത് ഫോക്കസ് ചെയ്തിട്ട് അത് എൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കുന്ന ആ സിംഗിൾ പാത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് അതിൽ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ. അപ്പോൾ അവർ ESTPസിൻ്റെ നാച്ചുറൽ ഇൻസെക്യൂരിറ്റി ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷനിലായതുകൊണ്ട് അവർക്കിപ്പോൾ ലൈഫിൽ കുറേ ചോയ്സസ് വരികയാണ്. ഒരു പാത്ത് ചൂസ് ചെയ്യണം. അപ്പോൾ ഒരു 10 കരിയറിൽ ഒരു 10 വഴികൾ ഒരു മുമ്പിലുണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു കരിയർ പാത്ത് ചൂസ് ചെയ്യണമെന്ന് വരുമ്പോൾ അതിൽ ഒരു പാത്ത് ചൂസ് ചെയ്തിട്ട് മുന്നോട്ട് വർക്ക് ചെയ്യാൻ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം അവർ ഒരു പാത്തിനോട് എസ് പറയുമ്പോൾ ബാക്കി ആ 9 പാത്തിനോട് നോ എന്ന് പറയേണ്ട ഒരു ഇത് വരുമ്പോൾ അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ട്. അപ്പോൾ അത് ഓരോ ടൈപ്പിൻ്റെ ഇൻഫീരിയർ ഫംഗ്ഷൻ ഓരോന്ന് വരുമ്പോൾ അപ്പോൾ പല രീതിക്ക് അവർ ഇൻസെക്യൂരിറ്റീസും ഒക്കെ പല രീതിക്ക് മാറും. അപ്പോൾ നെക്സ്റ്റ് അവർ നെമസിസ് ഫംഗ്ഷൻ പറഞ്ഞാൽ ഒരാളുടെ വറീസ് ടെൻഷൻസ് ഒക്കെ ഉള്ളൊരു അല്ലെങ്കിൽ അയാൾക്ക് ഡൗട്ടൊക്കെ ഉള്ളൊരു ഫംഗ്ഷനാണ് നെമസിസ് ഫംഗ്ഷൻ. ഇൻഫീരിയറിലും ഡൗട്ട്സും ഇതൊക്കെ ഉണ്ടാവുക, ബട്ട് നെമസിസിൽ ആ ഇൻസെക്യൂരിറ്റീസ് വരില്ല, ബട്ട് കുറച്ചുകൂടി ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് നെമസിസിലായിരിക്കും. അപ്പോൾ നെമസിസ് ഇൻട്രോവേർട്ടഡ് സെൻസിങ് ആണ് ESTPൻ്റെ നെമസിസ് ഫംഗ്ഷൻ. അപ്പോൾ അവരുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റി അവരുടെ ഡ്യൂട്ടിനെ കുറിച്ചിട്ട് അവർ കുറച്ചുകൂടി വറീഡ് ആയിരിക്കും. അവർ നേരവണ്ണം ഡ്യൂട്ടി ചെയ്യുന്നില്ലേ അങ്ങനെയൊക്കെ എപ്പോഴും വറീഡ് ആയിരിക്കും. കാരണം അവർ ഇമ്മച്യൂർ ആയിട്ടുള്ള ഏജിൽ ESTPസ് നാച്ചുറലി ഇമ്മച്യൂർ ഏജിൽ എക്സ്ട്രോവേർട്ടഡ് സെൻസിങ് പറഞ്ഞാൽ നമ്മുടെ ലിവ് ഇൻ ദ മൊമെന്റ് എന്നൊക്കെ നമ്മൾ പറയില്ല, അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് എക്സ്ട്രോവേർട്ടഡ് സെൻസിങ്. അപ്പോൾ അവർ നാച്ചുറലി ഇപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണ് അപ്പോൾ അവർ വേഗം ഫംഗ്ഷനിൽ പോയി പങ്കെടുക്കും, അല്ലെങ്കിൽ ഒരു പാർട്ടി നടക്കുകയാണ് പെട്ടെന്ന് പാർട്ടിയിൽ പോയി പങ്കെടുക്കും, അങ്ങനത്തെ ഒരു ടൈപ്പാണ്. അപ്പോൾ അവർ ആ ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്ത് പോകുന്ന ടൈപ്പാണ്. അപ്പോൾ അവർ കുറച്ചുകൂടി മെച്യൂർ ആവുന്ന ടൈമിൽ അവർ ആ എൻജോയ് ചെയ്ത് ടൈം കുറേ വേസ്റ്റ് ചെയ്ത് അവരുടെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും എടുത്തില്ല എന്നൊക്കെയുള്ളൊരു തോന്നൽ അവർ നെമസിസ് ഫംഗ്ഷൻ കുറച്ചുകൂടി ഡെവലപ്പ് ആകുമ്പോൾ കുറച്ചുകൂടി മെച്യൂർ ആകുമ്പോൾ ESTPസിന് വരികയും ESTPസ് ഇവഞ്ച്വലി കുറച്ചുകൂടി മെച്യൂർ ആവുകയും ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് അവരുടെ അടുത്ത ഫംഗ്ഷനാണ് ക്രിട്ടിക് ഫംഗ്ഷൻ. അതായത് 6th ഫംഗ്ഷൻ ആയിരിക്കും ക്രിട്ടിക് ഫംഗ്ഷൻ. അത് എക്സ്ട്രോവേർട്ടഡ് തിങ്കിങ് ആണ് ESTPൻ്റെ ക്രിട്ടിക് ഫംഗ്ഷൻ. അപ്പോൾ എക്സ്ട്രോവേർട്ടഡ് തിങ്കിങ് ക്രിട്ടിക് വരുമ്പോൾ മറ്റുള്ളവരുടെ ചിന്താരീതിനെ ക്രിറ്റിസൈസ് ചെയ്യുക, മറ്റുള്ളവരുടെ ചിന്താരീതി അത്ര മോശമാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞതിൽ അവർക്കൊരു പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവില്ല, മറ്റുള്ളവരുടെ ചിന്താരീതിനെ കുറച്ച് ക്രിറ്റിസൈസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് എക്സ്ട്രോവേർട്ടഡ് തിങ്കിങ് ക്രിട്ടിക് വരുമ്പോൾ. ഓക്കെ, സോ നെക്സ്റ്റ് ESTPൻ്റെ ബ്ലൈൻഡ് സൈഡാണ് ട്രിക്സ്റ്റർ ഫംഗ്ഷൻ. എല്ലാ ടൈപ്പിൻ്റെയും ബ്ലൈൻഡ് സൈഡ് ആയിരിക്കും ട്രിക്സ്റ്റർ ഫംഗ്ഷൻ. അപ്പോൾ ESTPൻ്റെ ബ്ലൈൻഡ് സൈഡ് ഇൻട്രോവേർട്ടഡ് ഫീലിംഗ് ആണ്. അപ്പോൾ അവർ ഒരു കാര്യത്തിന് എത്ര വാല്യൂ കൊടുക്കുന്നത്, ഓരോ കാര്യം എത്ര പ്രയോറിറ്റി ഉള്ള കാര്യമാണ് എന്നൊക്കെ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം വാല്യൂ എത്ര എന്നൊക്കെ അവർക്ക് മനസ്സിലാവാനൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ബട്ട് ട്രിക്സ്റ്റർ ഫംഗ്ഷൻ എപ്പോഴും നമ്മൾ അറിയാമെന്ന് വിചാരിക്കും, പക്ഷെ നമുക്കത് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല നാച്ചുറലി. അപ്പോൾ അതാണ് ESTPൻ്റെ ട്രിക്സ്റ്റർ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഒരു ഡീമൻ ഫംഗ്ഷനാണ് എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ. അതായത് അവരുടെ ആക്ഷൻസ് കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നൊക്കെ അവർക്ക് അറിയാൻ ബുദ്ധിമുട്ടായിരിക്കും. എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ മറ്റുള്ളവരുടെ ഫ്യൂച്ചർ, മറ്റുള്ളവരുടെ ലൈഫ് പാത്ത്, മറ്റുള്ളവർക്ക് എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും, ഫ്യൂച്ചറിൽ എന്ത് ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഫംഗ്ഷനാണ് എക്സ്ട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ. അപ്പോൾ ESTPസ് ഇമ്മച്യൂർ ആയിട്ടുള്ള ടൈമിലൊക്കെ അവരുടെ ആക്ഷൻസ് കൊണ്ട് മറ്റുള്ളവർക്ക് എന്ത് ഇമ്പാക്റ്റ്, ഫ്യൂച്ചറിൽ എന്ത് വരും എന്നൊക്കെ പെട്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അത് ആസ് അവർ മെച്യൂർ ആവുമ്പോൾ അവർ ഇൻട്രോവേർട്ടഡ് സെൻസിങ് കൂടെ അവരത് കൂടുതൽ മനസ്സിലാക്കുകയും, ഇൻട്രോവേർട്ടഡ് സെൻസിങ് എപ്പോഴും ഒരു ലോങ് ടേം മെമ്മറി ഫംഗ്ഷനായിട്ട് വർക്ക് ആവുന്ന ഒരു ഫംഗ്ഷനാണ് ഇൻട്രോവേർട്ടഡ് സെൻസിങ്. അപ്പോൾ ഡ്യൂട്ടി മാത്രമല്ല ഒരു ലോങ് ടേം മെമ്മറി ഫംഗ്ഷനും കൂടെയാണ് ഇൻട്രോവേർട്ടഡ് സെൻസിങ്. അപ്പോൾ അവരുടെ ആക്ഷൻസ് കൊണ്ട് മറ്റുള്ളവർക്കുള്ള ഇമ്പാക്ട്സ് എന്തൊക്കെയാണെന്ന് അവർ കുറച്ച് മെച്യൂർ ആകുമ്പോൾ മനസ്സിലാക്കുകയും അവർ കുറച്ചുകൂടി റെസ്പോൺസിബിൾ ആയിട്ട് ബിഹേവ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഈ ടൈപ്പിനെ കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ തന്നാണ്. ഇതേപോലെ ഓരോ ടൈപ്പിനും ഫംഗ്ഷൻസ് ഓരോ രീതിക്കായിരിക്കും വരും. ഇപ്പോൾ ഇതിവിടെ ഫംഗ്ഷൻ എക്സ്ട്രോവേർട്ടഡ് സെൻസിങ് ഹീറോ ആയിട്ടാണ് വന്നത്.
നേരെ തിരിച്ച് ഇൻട്രോവേർട്ടഡ് ഇൻറ്റ്യൂഷൻ ഹീറോ ആയിട്ട് വരുന്ന ടൈപ്പ് ആണെങ്കിൽ അവർക്ക് നല്ല വിൽ പവർ ഉള്ള ആൾക്കാരായിരിക്കും. അവർക്ക് എന്ത് ഫ്യൂച്ചറിൽ ഗോൾ എന്താന്നൊക്കെ അവർ നല്ല ഐഡിയ ഉള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ 16 പേഴ്സണാലിറ്റി ടൈപ്പിൽ ഒരു പേഴ്സണാലിറ്റി ടൈപ്പ് മാത്രമാണിത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുക. അതിലൊരു പേഴ്സണാലിറ്റി ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ടാവും. അത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പ് എന്താണെന്ന് മനസ്സിലാക്കാം. ബട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഓൺലൈനായിട്ട് ടെസ്റ്റ് എടുക്കുന്നതിൽ 35 to 50% ആൾക്കാരും, മാക്സിമം സ്ട്രെച്ച് 50% ആൾക്കാരും ടൈപ്പ് ടെസ്റ്റ് റിസൾട്ട് വരുമ്പോൾ അവർ കൂടുതലും മിസ്റ്റൈപ്പ് ആവലുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ടെസ്റ്റ് എടുത്തോളൂ, പക്ഷെ അത് തന്നെയാണ് നിങ്ങളുടെ ടൈപ്പ് എന്ന് ഫിക്സ് ആക്കി വെക്കണ്ട, മൈൻഡ് ഫിക്സഡ് ആക്കി വെക്കണ്ട. അപ്പോൾ അത് ടെസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഐഡിയ കിട്ടും എങ്ങനെയാണ് പേഴ്സണാലിറ്റി ടൈപ്പ് ഒക്കെ ടെസ്റ്റ് എങ്ങനെ എടുക്കുകയെന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ എങ്ങനെയാണെന്നൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഞാൻ നിങ്ങളുടെ ടൈപ്പ് എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക എന്നൊക്കെ ഉള്ളൊരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് വേറെ ചെയ്യാം. അപ്പോൾ ഇത് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയതുകൊണ്ട് തന്നെ ഓരോ ടൈപ്പിനെ കുറിച്ചും സെപ്പറേറ്റ് വീഡിയോസ് ഞാനിതൊരു സീരീസ് പോലെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ ടൈപ്പിനെ കുറിച്ചും സെപ്പറേറ്റ് വീഡിയോസ് ചെയ്യാം. നമ്മളോട് ഓരോരുത്തരും പേഴ്സണാലിറ്റി ടൈപ്പ് കണ്ടുപിടിക്കുമ്പോൾ ഓരോരുത്തരും കോർ പേഴ്സണാലിറ്റിയാണ് നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടി, ഒരു ചെറിയ കുട്ടി, ആ കുട്ടി ജനിച്ചതിന് ശേഷം ആ കുട്ടിയുടെ ഒരു കോർ പേഴ്സണാലിറ്റി ടൈപ്പ് ഉണ്ടാവുമല്ലോ. അതായത് ഇത് ഒരാളുടെ കോർ പേഴ്സണാലിറ്റി ടൈപ്പ് വെച്ചോ. പിന്നെ ആ കുട്ടി വളർന്നു വന്ന സാഹചര്യങ്ങളെ, വളർന്ന് മെച്യൂറായ വീട്ടിലെ സാഹചര്യങ്ങൾ, അല്ലെങ്കിൽ താമസിക്കുന്ന എടുത്ത സാഹചര്യങ്ങൾ, ഫ്രണ്ട്സ് എങ്ങനെയായിരുന്നു, ലൈഫിലുണ്ടായ എല്ലാ എക്സ്പീരിയൻസും അയാളുടെ പേഴ്സണാലിറ്റി ടൈപ്പിനെ പല രീതിക്ക് അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഒരാളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് അയാളുടെ ലൈഫിൽ നടന്ന സാഹചര്യങ്ങൾ കൊണ്ട് പല രീതിക്ക് മാറാം. അപ്പോൾ ഈ കോർ പേഴ്സണാലിറ്റി ടൈപ്പ് മാറിയിട്ട് അയാളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് വേറെ രീതിക്കായിട്ട് ഇങ്ങനെ മാറിയെന്ന് വരാം. അപ്പോൾ ഇപ്പോഴത്തെ കറൻ്റ്ലി അക്കാഡമിക്സിലൊക്കെ കൂടുതലും യൂസ് ചെയ്യുന്നത്, അറ്റ്ലീസ്റ്റ് ഞാൻ ഓൺലൈനിലൊക്കെ കണ്ടതിൽ യൂസ് ചെയ്യുന്നത് ഓഷ്യൻ പറഞ്ഞിട്ടുള്ള മോഡലാണ്. ഓഷ്യൻ പറഞ്ഞിട്ടുള്ളൊരു മോഡലാണ്. അപ്പോൾ ഓഷ്യൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇപ്പോൾ അയാൾ മെച്യൂർ ആയിട്ട് ഇപ്പോൾ കറൻ്റ്ലി അയാളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് അല്ലെങ്കിൽ അയാളുടെ പേഴ്സണാലിറ്റീൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇപ്പോഴത്തെ അയാളുടെ കറണ്ട് പേഴ്സണാലിറ്റി ടൈപ്പ് ആയിരിക്കും ഓഷ്യനിൽ കണ്ടുപിടിക്കുക. അപ്പോൾ അതൊരു തെറ്റായ രീതിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കോഗ്നിറ്റീവ് ഫങ്ഷൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ അയാളുടെ ആ കോർ പേഴ്സണാലിറ്റി ആയിരിക്കും കണ്ടുപിടിക്കുക. അപ്പോൾ അതാണ് ഈ പേഴ്സണാലിറ്റി ടൈപ്പിൻ്റെ പ്രത്യേകത. നമ്മൾ ഒരാളുടെ കോർ പേഴ്സണാലിറ്റി ആയിരിക്കും കണ്ടുപിടിക്കുക. അപ്പോൾ ആ കോർ പേഴ്സണാലിറ്റി കണ്ടുപിടിക്കുന്നതിലൂടെ അയാൾ എന്തുകൊണ്ടാണ് ഓരോ രീതിക്ക് ബിഹേവ് ചെയ്ത്, ഇപ്പോൾ ഒരാളൊരു സാഹചര്യത്തിൽ കൂടെ കടന്നുപോയി, അതേ സാഹചര്യത്തിൽ കൂടെ വേറെ ആൾ കടന്നു പോയാലും അയാൾ ചെയ്യുന്ന റെസ്പോൺസ് ആയിരിക്കില്ല ഇയാൾ ചെയ്യുക. അപ്പോൾ കാരണം രണ്ടുപേരെ കോർ പേഴ്സണാലിറ്റി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ ഒരാൾ ഒരു രീതിക്ക് ബിഹേവ് ചെയ്തതിന് കാരണം എന്താണ് എന്നൊക്കെ കണ്ടുപിടിക്കാൻ ഇത് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഓൺലൈനായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ച കാര്യങ്ങളാണ്, എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ സൈക്കോളജി എടുത്ത് പഠിച്ച് അക്കാഡമിക്കലി പഠിച്ച് അല്ലെങ്കിൽ ക്രെഡിബിൾ ആയിട്ടൊരു സൈക്കോളജിസ്റ്റ് ആണെന്നല്ല, ഞാൻ സ്വയം ഓൺലൈനായിട്ട് റിസർച്ച് ചെയ്ത് പഠിച്ച കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇവിടുന്ന് മെയിൻ റെഫറൻസ് പോയിന്റ്സ് എടുത്തത് കാൾ യുങ്ങിന് സൈക്കോളജിക്കൽ ടൈപ്സ് പറഞ്ഞ ബുക്ക് ഉണ്ട്. അതേപോലെ ഡോക്ടർ ലിൻഡ ബേരൻസിൻ്റെ, ജോൺ ബീബിൻ്റെ വേറെ 2 ബുക്സ് ഉണ്ട്. ലിൻഡ ബേരൻസിൻ്റെ അണ്ടർസ്റ്റാൻഡ് യുവർ സെൽഫ് ആൻഡ് അതേഴ്സ് പറഞ്ഞ ബുക്കുണ്ട്. പിന്നെ ജോൺ ബീബിയുടെ എനർജീസ് ആൻഡ് പാറ്റേൺസ് ഇൻ സൈക്കോളജിക്കൽ ടൈപ്സ് പറഞ്ഞിട്ട് വേറൊരു ബുക്കുണ്ട്. അപ്പോൾ ഞാൻ ആ ബുക്സ് ഒന്ന് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ അല്ലെങ്കിൽ എനിക്ക് അതിന് അബ്സോർബ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ ഇവിടെ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ പേഴ്സണാലിറ്റി, ഇപ്പോൾ മറ്റുള്ളവരെ അങ്ങനെ പേഴ്സണാലിറ്റി ടൈപ്പ് ചെയ്ത് ഒരാളൊരു ബോക്സിലാക്കി വെക്കാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾക്ക് അങ്ങനെ വല്ല ഒപ്പീനിയൻ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിത് എക്സ്പ്ലനേഷൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഒക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക, ഫീഡ്ബാക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ റെസ്പോൺസസും എൻ്റെ എക്സ്പ്ലനേഷൻസും ഒക്കെ ഒന്നുകൂടി ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ലൈക്കായിട്ടും അല്ലെങ്കിൽ കമൻ്റായിട്ടും ഡയറക്റ്റ് മെസ്സേജ് ആയിട്ടും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ സപ്പോർട്ട് ഈ വീഡിയോയിലും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും കാണാൻ താല്പര്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണാലിറ്റി ടൈപ്പ് അറിയാൻ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതേപോലെ വീഡിയോസ് ഫ്യൂച്ചറിൽ ഈ സീരീസിലെ വീഡിയോസ് ബാക്കിയും ഫ്യൂച്ചറിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.